ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് നമ്മുടെ ബോഡി ഷേപ്പ് ഏതാന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താലോ? അത് ഇമ്പോർട്ടന്റ് ആണോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതെ, ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇൻസ്റ്റൻസ് ഞാൻ പറയാം. നമ്മുടെ ഫ്രണ്ട്സും കസിനും ഒക്കെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോൾ നമുക്കത് ഒത്തിരി ഇഷ്ടപ്പെടാറുണ്ട്. നമ്മൾ അതുപോലെ തന്നെ കോപ്പി ചെയ്യാറുണ്ട്. ബട്ട് സംടൈംസ് ഇറ്റ് ഡസന്റ് വർക്ക്. വൈ? ചിന്തിച്ചിട്ടുണ്ടോ? അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ബോഡി ഷേപ്പും അവരുടെ ബോഡി ഷേപ്പും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലേ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഇറ്റ്. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടത് ഒരു മെഷറിംഗ് ടേപ്പ് മാത്രമാണ്. നമുക്ക് ഒന്ന് നോക്കിയാലോ? കമോൺ. അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ ബോഡി ടൈപ്പ് കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇതുപോലെ ഒത്തിരി സൈറ്റ്സ് കാണാം. അതിൽ ആദ്യത്തേതാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഏതൊക്കെ മെഷർമെൻ്റ് ആണ് ഇതിൽ കൊടുക്കേണ്ടതെന്ന് കാണിക്കുന്നുണ്ട്. ബേസ്റ്റ് സൈസ്, അതുപോലെ തന്നെ വെയ്സ്റ്റ് സൈസ്, ഹിപ്പ് ഹൈ ഹിപ്പും വേണം, അതുപോലെ തന്നെ നോർമൽ ഹിപ്പ് സൈസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ മെഷറിംഗ് ടേപ്പ് വെച്ച് ഇഞ്ചസ് ആയാലും സെൻറ്റിമീറ്റർ എന്ന രീതിയിലാണെങ്കിലും മെഷർ ചെയ്തെടുക്കാൻ സാധിക്കും. മെഷറിംഗ് ടേപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇഞ്ചസ് ആയിട്ട് മെഷർ ചെയ്യുന്നത് തന്നെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ മെഷർമെൻറ്റ് എവിടെയൊക്കെ വെച്ചാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നുണ്ട്. ബേസ്റ്റ് സൈസ്, വെയ്സ്റ്റ് സൈസ്, ഹൈ ഹിപ്പ് ഇത് ഒരു ബോഡിയിൽ ഇങ്ങനെ മെഷറിങ് ചെയ്യേണ്ട രീതിയും അവർ മാർക്ക് ചെയ്ത് സൈറ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതും ക്ലിയർ ആവാത്തവർക്ക് വേണ്ടി ഓരോന്നിൻ്റെ ഡീറ്റെയിലിങ്ങും താഴെ കൊടുത്തിട്ടുണ്ട്. ബേസ്റ്റ് സൈസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഫുള്ളസ്റ്റ് പാർട്ടിൻ്റെ മെഷർമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ വെയ്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബെല്ലി ബട്ടണിൻ്റെ കുറച്ച് എബവ് ആയിട്ടുള്ള പോർഷനിലാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. പിന്നെ ഹൈ ഹിപ്പും വേണം, ഹിപ്പ് സൈസും വേണം. ഹൈ ഹിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെയ്സ്റ്റിന് കുറച്ച് താഴെ ആയിട്ട് നമ്മൾ മെഷർമെൻ്റ് എടുക്കണം. ഹിപ്പ് സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു റൗണ്ട് ആയിട്ട്, അതായത് ലാർജസ്റ്റ് പാർട്ട്, ഹിപ്പിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടിൻ്റെ അവിടെ വെച്ചുള്ള മെഷർമെൻറ്റുമാണ് നമ്മൾ പ്രോപ്പറായി എടുക്കേണ്ടത്. ഇത്രയും മെഷർമെൻ്റ് എടുത്ത ശേഷം നമ്മുടെ ഫീമെയിൽ ബോഡി ഷേപ്പിനെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ പല രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആപ്പിൾ ഓർ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ, ബനാന, സ്ട്രെയിറ്റ് ഓർ റെക്റ്റാങ്കിൾ, പിയർ, സ്പൂൺ, ബെൽ ഓർ ട്രയാങ്കിൾ, അവർഗ്ലാസ്, എഗ് ഷേപ്പ്, ട്രയാങ്കിൾ ഓപ്പോസിഷൻ ഓർ ഫേസ് ഇൻവേർഡ്സ് എന്നിങ്ങനെ പല രീതിയിലാണ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ വുമൻസിൻ്റെ ബോഡി ഷേപ്പിനെ ഡിവൈഡ് ചെയ്ത് വരുന്നത്. പിന്നെ അതിൽ മെയിൻലി ബനാന, ആപ്പിൾ, പിയർ, അവർഗ്ലാസ് എന്നിങ്ങനെ 4 ടൈപ്സ് ആണുള്ളത്. അപ്പോൾ അത് ഏത് രീതിയിലാണെന്നുള്ളൊരു ഫിഗറിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലൊരു നോർത്ത് കരോലിന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി റിപ്പോർട്ടും 2005 ഒരു സ്റ്റഡി റിപ്പോർട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു യൂണിവേഴ്സിറ്റി മോർ ദാൻ 6000 വുമൻസിനെ എടുത്താണ് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തത്. അതിൽ നിന്ന് അവർക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 46% ഓഫ് വുമൻസിൻ്റെ ഷേപ്പ് വരുന്നത് ബനാന ഷേപ്ഡ് ആണ്. അതായത് നമ്മൾ ഇതിൽ കാണുന്ന ഫസ്റ്റ് ഷേപ്പിൽ ബനാന ഷേപ്പിലാണ് 46% വുമൻ്റെ വരുന്നത്. അതിൽ 20% വരുന്നത് പിയർ ഷേപ്ഡ് ആയിട്ടാണ്. 14% താഴെ മാത്രമാണ് ആപ്പിൾ ഷേപ്ഡ് ആയിട്ട് വരുന്നത്. ഓൺലി 8% ആണ് അവർ ഗ്ലാസ് ഷേപ്പിൽ, അതായത് ലാസ്റ്റ് കാണുന്ന അവർ ഗ്ലാസ് ഷേപ്പിലുള്ളതെന്നാണ് ഈ ഒരു സ്റ്റഡിയുടെ ബേസിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബോഡി ഷേപ്പിൻ്റെ വേസ്റ്റും ഹിപ്പും തമ്മിലുള്ള റേഷ്യോ തുടങ്ങിയ ഒത്തിരി ഡീറ്റെയിലിങ്സ് ഇതിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും. നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ കാൽക്കുലേറ്ററിൽ നമ്മുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ ബസ്റ്റ് സൈസും വെയ്സ്റ്റ് സൈസും ഹിപ്പ് സൈസും എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എല്ലാ ഡീറ്റെയിൽസും, അതായത് നമ്മൾ മെഷറിംഗ് ടേപ്പ് വെച്ച് മെഷർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് കിട്ടിയത് അവർ ഗ്ലാസ് ഷേപ്പാണ്. വേസ്റ്റ് ആൻഡ് ഹിപ്പ് റേഷ്യോ 0.67 വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും മെഷർ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നോക്കുക. അതിനുശേഷം കാൽക്കുലേറ്റ് എന്നൊരു ഓപ്ഷൻ മാത്രം കൊടുത്താൽ മതി. നിങ്ങളുടെ എക്സാക്ട് ബോഡി ഷേപ്പ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് ഓരോ ബോഡി ഷേപ്പിലുള്ളവർക്കും പറ്റുന്ന ഡ്രസ് പാറ്റേൺ ഏതൊക്കെയാണ്, ഏതൊക്കെ മോഡലായിരിക്കും നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് എന്ന് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ചു നോക്കാൻ പറ്റും. നിങ്ങളുടെ ബോഡി ഷേപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റും. ബൈ.